ഇന്ന് നോക്കുന്നത് ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി കരസേന ആരംഭിച്ച പുതിയ ബറ്റാലിയൻ. ഇന്ത്യയുടെ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി കരസേന ആരംഭിച്ച പുതിയ ബറ്റാലിയനാണ് ഭൈരവ് സ്പെഷ്യലൈസ്ഡ് കമാൻഡോ ബറ്റാലിയൻ. ഭൈരവ് സ്പെഷ്യലൈസ്ഡ് കമാൻഡോ ബറ്റാലിയൻ. ലോകത്ത് ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡൻ്റ് ആകുന്ന വ്യക്തി ആര്? ലോകത്തിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡൻ്റ് ആകുന്ന വ്യക്തി പോൾ ബിയ. എവിടുത്തെ പ്രസിഡൻ്റാണ് പോൾ ബിയ? കാമറൂണിലെ പ്രസിഡൻ്റാണ് പോൾ ബിയ, ലോകത്തിലെ ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡൻ്റായ വ്യക്തി. തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പൽ ഏത്? തദ്ദേശീയമായി നിർമ്മിച്ച നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പലാണ് INS ഇക്ഷക്. എന്താണ് പ്രത്യേകത? ഹൈഡ്രോഗ്രാഫിക് സർവേ കപ്പലാണ്. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏത്? 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാ? മോന്ത. അപ്പം മോന്ത എന്ന വാക്കിനർത്ഥം മണമുള്ള പൂവ് എന്നാണ്. മണമുള്ള പൂവ്. ഇതിന് പേര് നൽകിയ രാജ്യം തായ്ലൻഡാണ്. അപ്പം മോന്തയ്ക്ക് പേര് നൽകിയത് തായ്ലൻഡാണ്. ആ വാക്കിനർത്ഥം മണമുള്ള പൂവ്. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 9. ഒന്നാം സ്ഥാനം റഷ്യ. അടുത്തത്, കേരളത്തിൽ നിന്നും കുരുമുളക് തൈകൾ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യം. കേരളത്തിൽ നിന്ന് കുരുമുളക് തൈകൾ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഉഗാണ്ട. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏത്? ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളമാണ് നവി മുംബൈയിലെ വിമാനത്താവളം. ബംഗാൾ ഉൾക്കടൽ തീരപ്രദേശത്തെ ചുഴലിക്കാറ്റുകൾ, വെള്ളപ്പൊക്കം മുതലായവ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. അതായത് ബംഗാൾ ഉൾക്കടൽ തീരപ്രദേശത്തെ ചുഴലിക്കാറ്റുകൾ, വെള്ളപ്പൊക്കം മുതലായവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ആന്ധ്രാപ്രദേശ് ആരംഭിച്ച പദ്ധതിയാണ് ഗ്രേറ്റ് ഗ്രീൻ വാൾ. 2025 ഒക്ടോബറിൽ IUCNൽ അംഗമായ രാജ്യമാണ് ടുവാലു. 2025 ഒക്ടോബറിൽ IUCN അംഗമായ രാജ്യം ടുവാലു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാൻ വേണ്ടി കേരള വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വേണ്ടി കേരള വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗജമുക്തി. 2025 ഒക്ടോബറിൽ നാവികസേനയ്ക്ക് കൈമാറിയ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പൽ. 2025 ഒക്ടോബറിൽ നാവികസേനയ്ക്ക് കൈമാറിയ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പലാണ് INS മാഹി. താങ്ക് യു.